എല്ലാവർക്കും നമസ്കാരം. നമ്മളെ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് വന്നു കഴിഞ്ഞു. ഈ വന്ന് കഴിഞ്ഞപ്പോഴുള്ള സ്റ്റാറ്റിക്സും ഇനിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സപ്ലിമെന്ററിക്ക് മുമ്പ് 63,332 ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നപ്പോൾ 34,752 പേർക്കാണ് പ്രവേശനം കിട്ടിയിട്ടുള്ളത്. സപ്ലിമെന്ററി തുടങ്ങുമ്പോൾ അപേക്ഷ ക്ഷണിച്ചത് 63,332 ഒഴിവുകളിലേക്കാണ്. ഇപ്പോ പ്രവേശനം കൊടുത്തിരിക്കുന്നത് 34,752 സീറ്റുകളിലേക്കാണ്. അപ്പൊ ഇത്രയും സീറ്റുകളിലേക്ക് കുട്ടികൾക്ക് ഇന്ന് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. 34,752 കുട്ടികൾക്ക് 14 ജില്ലകളിലുമായിട്ട് 28,580 ഒഴിവുകൾ ബാക്കിയുണ്ട്. അപ്പൊ ഇതിൽ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചാല്, ഒഴിവുകൾ ബാക്കിയുണ്ടെങ്കിലും അപേക്ഷിച്ചെടുത്ത് പലർക്കും ഒഴിവില്ല. ചിലയിടത്ത് ഒഴിവ് കൂടുതലുണ്ട്, അവിടെ അപേക്ഷകരെ ആവശ്യത്തിനില്ല. ചില സ്കൂളുകളിൽ ഒഴിവുകൾ കുറവാണുള്ളത്, അവിടെ അപേക്ഷകർ കൂടുതലുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇംബാലൻസിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോ 14 ജില്ലകളിലായിട്ട് 28,580 ഒഴിവുകളാണ് ബാക്കിയുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ ഒഴിവുകൾ കുറവായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് പാലക്കാട് 464 ഒഴിവുകൾ ഇനി ബാക്കിയുള്ളൂ. കോഴിക്കോടാണെങ്കിൽ 921 ഒഴിവുകളെ ഇനി ബാക്കിയുള്ളൂ. മലപ്പുറത്ത് 598 ഒഴിവുകൾ മാത്രമേ ഇനി ബാക്കിയായിട്ട് കാണുന്നുള്ളൂ എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളുള്ള ജില്ലകളാണ് ഞാനിപ്പോൾ പറഞ്ഞ 3 ജില്ലകൾ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇനിയുള്ള ഒഴിവുകൾ താരതമ്യേന കുറവാണ് എന്ന് മാത്രവും അതും ഒരു സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിച്ചിരിക്കുന്നത് വിവിധ ജാതി വിഭാഗങ്ങളെ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണിച്ചിട്ട് തന്നെയാണ് അലോട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഇവർ വരുത്തിയിട്ടുണ്ട്. ആ വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, സ്കൂളിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. പകരം ജില്ല മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് കണ്ട് ആ സംവരണമൊക്കെ ജില്ലയിലേക്ക് വീതം വെച്ചു കൊടുത്തു. അപ്പോഴും കുഴപ്പമില്ല. സ്കൂള് മൊത്തമായിട്ട് കാണുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഓരോ കമ്മ്യൂണിറ്റിക്കും അവിടെ വേക്കൻസി കുറവായിരിക്കും. അവിടെ പിന്നെ മുസ്ലിമിന് കൊടുക്കണം, ഈഴവ തീയയ്ക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഏകജാലക സംവിധാനക്കാര് എന്ത് ചെയ്തിരിക്കുന്നു? ജില്ലയെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ, ഇപ്പോ 10 സീറ്റ് ഈഴവ തീയയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ 10 സീറ്റ് ജില്ലയ്ക്കകത്ത് എവിടെയെങ്കിലും കൊടുത്താൽ മതി. ഈ 15 സീറ്റ് മുസ്ലിമിന് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ 15 സീറ്റ് ജില്ലയ്ക്കകത്ത് എവിടെയെങ്കിലും കൊടുത്താൽ മതി. SC-ക്കും അങ്ങനെ തന്നെ, ST-ക്കും ഒക്കെ അങ്ങനെ തന്നെ. EWSന് പിന്നെ ആകെ 25 സീറ്റ് ജില്ലയ്ക്കകത്ത് ഒഴിവുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വിതരണം ചെയ്ത് വെച്ചാൽ മതി. ആ രീതിയിൽ ഇത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലയ്ക്കകത്ത് ഒരു യൂണിറ്റ് ആക്കിയിട്ട്. ഇത്രയും കാലം നമ്മുടെ +1ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിലൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിനെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. സ്കൂൾ ഒരു യൂണിറ്റ്. അപ്പൊ അത് മാറി സപ്ലിമെന്ററിയിൽ അത് ജില്ല ഒരു യൂണിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പൊ നമുക്കറിയാം, ഇന്ന് വന്ന സപ്ലിമെന്ററി ലിസ്റ്റിൽ പ്രവേശനം കിട്ടിയിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും തിങ്കൾ മുതൽ ബുധൻ വരെയാണ്, 22-ാം തീയതി 4 മണിക്കുള്ളിൽ ചേരേണ്ടതാണ്. ഫീസ് അടച്ച് ചേരണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക പ്രവേശനം എന്നൊന്ന് ഇല്ല. ഫീസ് അടച്ച് സ്ഥിരമായിട്ട് ചേരേണ്ടതാണ്. അതാണ് ഇതിലുള്ള ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ള മാറ്റം. പിന്നെ ഇപ്പോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ VHSCയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റും വന്നിട്ടുണ്ട്. 2 അലോട്ട്മെന്റുകൾ ഒരുമിച്ച് കിടക്കുക. ഈ കൂട്ടത്തിൽ രണ്ടിലും നമുക്കറിയാം, VHSCയിൽ 9,010 ഒഴിവുകൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോ VHSCയിലേക്കും കുറെ കുട്ടികൾ ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. രണ്ടിടത്തും കൊടുത്ത കുട്ടികളുണ്ട്. VHSCയിലും കൊടുത്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും അലോട്ട്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. രണ്ടും പ്രവേശിക്കേണ്ടത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ്.
അപ്പോ എന്തായി, കുറെ കുട്ടികള് ഈ ഹയർ സെക്കൻഡറിയിൽ ഇഷ്ടപ്പെടാത്ത നിൽക്കുന്ന കോഴ്സുകൾ കിട്ടിയിട്ടുള്ള കുറച്ച് കുട്ടികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഹയർ സെക്കൻഡറി സെക്ഷനിൽ സ്വാഭാവികമായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്, ഹയർ സെക്കൻഡറിയിലേക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കൂടുതലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ വീണ്ടും സീറ്റുകൾ കൂടാനാണ് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ അങ്ങനെ ഹയർ സെക്കൻഡറിയിൽ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കുറെ കുട്ടികൾ പോകും. അപ്പോൾ ഇന്ന് ഹയർ സെക്കൻഡറിയിൽ ഈ തിങ്കൾ മുതൽ ബുധൻ വരെ ഹയർ സെക്കൻഡറിയിൽ പ്രവേശിക്കാത്തവരുടെ എണ്ണം കൂടും. അപ്പോൾ ഒഴിവുകൾ എനിക്ക് തോന്നുന്നത് ഒരു 30,000-നും 35,000-നും ഇടയിലേക്ക് കടക്കുമെന്നാണ് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള ഒഴിവുകൾ ഏകദേശം 30,000-ന് മുകളിലും 35,000-ന് അടുത്തായിട്ടും നിൽക്കും. അപ്പോൾ അത് ഒരു പക്ഷേ ഒരു പരിധി വരെ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ പ്രവേശനം കിട്ടാത്തവർക്ക്, ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും പ്രതീക്ഷ ഉള്ള കാര്യമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് ആ സീറ്റുകളുടെ ഒഴിവുകളും ഒന്ന് നോക്കാം. നമുക്ക് വിവിധ ജില്ലകളിലെ തിരുവനന്തപുരത്ത് ആകെ സീറ്റ് സപ്ലിമെന്ററിക്ക് മുമ്പ് 5,055 സീറ്റ് ഉണ്ടായിരുന്നു. സപ്ലിമെന്ററിയിൽ ഇപ്പോൾ 1,628 പേരെ പ്രവേശിപ്പിച്ചു. 3,427 ഒഴിവുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഇനിയും ബാക്കിയാണ്. കൊല്ലത്ത് 4,888 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് സപ്ലിമെന്ററിക്ക് മുമ്പ്. ഇന്ന് സപ്ലിമെന്ററിയിൽ 1,547 പേർക്ക് പ്രവേശനം കൊടുത്തു. കൊല്ലത്ത് ഇനി 3,341 ഒഴിവുകൾ ബാക്കിയുണ്ട്. പത്തനംതിട്ടയിൽ 3,693 ഒഴിവായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രവേശനം കൊടുത്തത് 312 പേർക്ക് മാത്രമാണ്. 3,381 ഒഴിവുകൾ അവിടെ ഇനിയും ബാക്കിയുണ്ട്. ആലപ്പുഴയിൽ 4,498 ഒഴിവുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് സപ്ലിമെന്ററിയിൽ 1,260 പേർക്ക് പ്രവേശനം കൊടുത്തു. ഇനിയും 3,238 ഒഴിവുകൾ അവിടെ ബാക്കിയാണ്. കോട്ടയത്ത് 4,062 സീറ്റുകളിലേക്കാണ് പ്രവേശനത്തെ സപ്ലിമെന്ററി ക്ഷണിച്ചത്. 807 പേർ കുട്ടികൾക്കാണ് ഇന്ന് പ്രവേശനം കൊടുത്തത്. 3,255 സീറ്റുകൾ ഇനിയും ഒഴിവുണ്ട്. ഇടുക്കിയിൽ 2,229 സീറ്റുകളായിരുന്നു സപ്ലിമെന്ററിക്ക് ഉണ്ടായിരുന്നത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ 735 കുട്ടികൾക്കാണ് പ്രവേശനം കൊടുത്തത്. 1,494 ഒഴിവുകൾ അവിടെ ബാക്കിയാണ്. എറണാകുളത്ത് 5,638 ഒഴിവുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സപ്ലിമെന്ററിയിൽ 2,666 പേർക്ക് പ്രവേശനം കൊടുത്തു. 2,978 സീറ്റുകൾ എറണാകുളത്ത് ബാക്കിയാണ്. തൃശ്ശൂർ 5,734 സീറ്റുകളായിരുന്നു സപ്ലിമെന്ററിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 3,134 സീറ്റുകളിലേക്ക് ഈ സപ്ലിമെന്ററിയിൽ ഇന്നത്തെ അലോട്ട്മെന്റിൽ പ്രവേശനം കൊടുത്തു. 2,600 സീറ്റുകൾ അവിടെ ബാക്കിയാണ് തൃശ്ശൂർ. പാലക്കാട് 3,937 സീറ്റുകളിലേക്കാണ് സപ്ലിമെന്ററി ക്ഷണിച്ചത്. 3,473 സീറ്റുകളിൽ ഇന്ന് പ്രവേശനം കൊടുത്തു. 464 സീറ്റ് അവിടെ ബാക്കിയുള്ളൂ. അതും വളരെ കുറഞ്ഞ ഒരു സീറ്റ് മാത്രമേ പാലക്കാട് ബാക്കിയുള്ളൂ എന്നതാണ് സത്യം. കോഴിക്കോട് 5,927 സീറ്റായിരുന്നു സപ്ലിമെന്ററിക്ക് ഉണ്ടായിരുന്നത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇന്ന് 5,006 പേർക്കും പ്രവേശനം കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഇനി 921 സീറ്റുകൾ മാത്രമേ ഇന്നത്തെ കണക്കനുസരിച്ച് ബാക്കിയുള്ളൂ എന്നതാണ് സത്യം. മലപ്പുറത്ത് 9,197 സീറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ 8,599 കുട്ടികൾക്ക് ഇന്ന് പ്രവേശനം കൊടുത്തു. 598 സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വയനാട് 1,500. അപ്പോൾ മലപ്പുറത്തും വളരെ കുറഞ്ഞ സീറ്റുകൾ, വെറും 598 സീറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സീറ്റ്. അത്രയും വലിയൊരു ജില്ലയിൽ 598 സീറ്റുകൾ ഇനി ബാക്കി ഉള്ളൂ എന്ന് പറയുന്നതും വളരെ കുറവ് തന്നെയാണ്. വയനാട് ജില്ലയിൽ 1,562 സീറ്റുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 959 പേർക്ക് സപ്ലിമെന്ററിയിൽ പ്രവേശനം കൊടുത്തു. 603 സീറ്റ് അവിടെ ബാക്കിയിട്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 4,486 സീറ്റുകൾ ഉണ്ടായിരുന്നു. 3,185 പേർക്ക് പ്രവേശനം കൊടുത്തു. 1,301 സീറ്റുകൾ കണ്ണൂർ ജില്ലയിൽ എന്തായാലും ബാക്കിയുണ്ട്. കാസർഗോഡ് 979 സീറ്റുകൾ ബാക്കിയുണ്ട്. അങ്ങനെ ആകെ ബാക്കിയുള്ള സീറ്റുകൾ 28,580 സീറ്റാണ് ബാക്കിയുള്ളത്. ഇന്നത്തെ കണക്കനുസരിച്ചാണ് ഇത് കേട്ടോ. ഈ കണക്ക് മാറും ഇനി. ഇത് കുറയില്ല, കൂടുക ചെയ്യുക. ഒഴിവുകൾ ഇനിയും കൂടുക ചെയ്യുക. എന്താ കാരണം? കുറെ പേര് വൊക്കേഷനിൽ പോയവരുണ്ടാവും. അവരിവിടെ ജോയിൻ ചെയ്യില്ല. ഈ ഹയർ സെക്കൻഡറി
മെറിറ്റിൽ ജോയിൻ ചെയ്യില്ല. കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ്, ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കില്ല ഇന്ന് കിട്ടിയത്. ആ കുട്ടികൾ എങ്ങോട്ട് പോകും? അൺഎയ്ഡഡ് കോട്ടയിലേക്ക് പോകും. ഇപ്പം ഇത് ഇനി പോകാവുന്ന ഒരു കോട്ട കുട്ടികൾക്ക് അൺഎയ്ഡഡ് കോട്ടയാണ്. ഇപ്പം നമുക്ക് പിന്നെ ജനറൽ ബർത്തിന്റെ മുഖ്യ അലോട്ട്മെന്റ് 3 നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പം ഇന്ന് സപ്ലിമെന്ററി ആയി. കമ്മ്യൂണിറ്റി കോട്ട കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ മാനേജ്മെന്റ് കോട്ട കഴിഞ്ഞു. സ്പോർട്സ് കോട്ടയും കഴിഞ്ഞു. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, ജനറൽ മെറിറ്റ്, ആ കോട്ടകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ സപ്ലിമെന്ററിയിൽ ബാക്കി കിടക്കുന്ന ഒഴിവ് മാത്രമേ ഉള്ളൂ. ആകെ ഇനി ഉള്ളത് അൺഎയ്ഡഡ് സ്കൂളുകളിലെ കോട്ടകൾ മാത്രമാണ്. അപ്പൊ ഇന്ന് ഇഷ്ടപ്പെട്ട കോഴ്സിൽ പ്രവേശനം കിട്ടാത്ത കുറച്ച് കുട്ടികൾ എങ്ങോട്ട് പോകും? അൺഎയ്ഡഡ് കോട്ടയിലേക്ക്, അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോകും. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ പ്രവേശനം നടക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുട്ടികൾ പോകുമ്പോൾ എന്ത് വരും? ഇവിടെ വീണ്ടും വേക്കൻസികൾ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് കുട്ടികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകും, കുറച്ച് കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോകും. അപ്പോൾ ജനറൽ മെറിറ്റിൽ ഈ നിലവിൽ 28,580 ഒഴിവാണുള്ളത്. അത് ഏകദേശം ഒരു 35,000 സീറ്റുകളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇത്രയും കാലം പറഞ്ഞ കണക്കുകളൊക്കെ വളരെ വളരെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞിരുന്നു ഏകദേശം 60,000-ന് മുകളിൽ ഒഴിവുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് കറക്റ്റാണ്. ഇപ്പോൾ 34,758 പേർക്ക് പ്രവേശനം കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യക്കാർ കൂടുതലുള്ളിടത്ത് സീറ്റില്ല. സീറ്റ് കൂടുതലുള്ളിടത്ത് ആവശ്യക്കാർ കുറവാണ്, അപ്ലിക്കൻസ് കുറവാണ്. ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ആകെ ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും സപ്ലിമെന്ററി ഒരുമിച്ച് വന്നിരിക്കുക. ഇന്ന് രണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും അപേക്ഷ കൊടുത്തവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഒരു തടസ്സവും ഇല്ല. കാരണം ഇത് രണ്ടും രണ്ടാണ്. ഹയർ സെക്കൻഡറി ചേർന്നവർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോകാം, ഇവിടുന്ന് TC വാങ്ങിക്കൊണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോകാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സ്ഥിരപ്രവേശനം നേടിയവർക്ക്, ഫീസൊക്കെ അടച്ച് സ്ഥിരപ്രവേശനം നേടിയവർക്ക് അവിടുന്ന് TC വാങ്ങി ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് അങ്ങോട്ടും പോകാം, അവിടുന്ന് ഇങ്ങോട്ടും വരാം. ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്തെടുക്കാൻ വലിയൊരു ഇപ്പോൾ അതിനൊരു അവസരം വന്നിരിക്കുക. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് അത് തീരുമാനിക്കാം. എവിടെയാ പോയി ചേരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചേരാം. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ഈ ഹയർ സെക്കൻഡറിയിൽ നേരത്തെ ഫീസ് അടച്ച് പ്രവേശനം കിട്ടിയ കുട്ടികൾ ഇപ്പോൾ സപ്ലിമെന്ററിയിൽ VHSC കൊടുത്തവരുണ്ട്. അങ്ങനെ കൊടുക്കാം. ഇവിടെ ഫീസ് അടച്ച് പ്രവേശനം നേടിയവർക്കും സപ്ലിമെന്ററിയിൽ VHSC കൊടുക്കാമായിരുന്നു, അത് കൊടുത്തവരുണ്ട്. അങ്ങനെയും ചില കുട്ടികൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും വരാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ അലോട്ട്മെന്റിൽ പിന്നെ ഓപ്ഷൻ അതൊന്നുമില്ല. താൽക്കാലിക പ്രവേശനം എന്നൊന്നും പറയുന്ന ഒന്നുമില്ല. നിർബന്ധമായിട്ടും ഫീസ് അടച്ച് ചേരണം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫീസ് അടച്ച് ചേരുന്ന കുട്ടികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇതുവരെയുള്ളവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. സപ്ലിമെന്ററിയിൽ ചേരുന്നവർക്കും എന്തിനപേക്ഷിക്കാം? ട്രാൻസ്ഫറിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക്, മറ്റൊരു കോഴ്സിലേക്ക് പ്രവേശനത്തിന്, ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ എന്താ കണ്ടീഷൻ? സ്ഥിരപ്രവേശനം നേടിയവർക്ക് മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ 22-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് നമ്മളുടെ എല്ലാ അലോട്ട്മെന്റുകളും, ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ പ്രവേശനം കഴിയുന്നത്. അത് കഴിഞ്ഞാലാണ് ഈ വേക്കൻസികൾ കൂടുക. അപ്പം ഏകദേശം 35,000-ന് മുകളിൽ ഒഴിവുകൾ വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ 35,000-ന് മേലെ ഒഴിവുകൾ ബാക്കി നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് സാധ്യതയുണ്ട്. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് സാധ്യതയുണ്ട്. ട്രാൻസ്ഫറും നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം ട്രാൻസ്ഫർ നടന്നിട്ടാണോ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയാൻ കഴിയില്ല. അത് അറിയണമെങ്കിൽ നമുക്ക് 23-ാം തീയതി അടുത്ത അലോട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരണമെങ്കിൽ 23-ാം തീയതി. അപ്പൊ 23-ാം തീയതി ഇറങ്ങുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഇനി ട്രാൻസ്ഫറിനാണോ കൊടുക്കേണ്ടത്, അല്ല സപ്ലിമെന്ററി, സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനാണോ കൊടുക്കേണ്ടതെന്ന് അന്ന് വ്യക്തമാകും. എന്തായാലും ഒരു സെക്കൻഡ് സപ്ലിമെന്ററിക്ക് ശക്തമായ സാധ്യതയുണ്ട്. കാരണം 35,000-ഓളം ഒഴിവുകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് സെക്കൻഡ് സപ്ലിമെന്ററി മിക്കവാറും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസ്ഫർ കൊടുത്താലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഈ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുമ്പ് ട്രാൻസ്ഫർ കൊടുക്കുകയാണെങ്കിൽ എന്നതാണ് പറയാനുള്ളത്. ട്രാൻസ്ഫർ കൊടുക്കുന്നതുകൊണ്ട് ആകെ വേക്കൻസിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. ഇപ്പോൾ ഉള്ള വേക്കൻസി അതുപോലെ നിൽക്കും. ഒരിടന്നിടത്ത് മറ്റിടത്തേക്ക് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി ആദ്യം പിന്നെ ഇപ്പോൾ സപ്ലിമെൻ്ററി ഇതൊക്കെ കഴിഞ്ഞിട്ടും കിട്ടാത്ത കുട്ടികൾക്ക് ഇനിയും ചാൻസുകൾ കിടക്കുകയാണ്. നമുക്കറിയാലോ, ബാക്കി ഇനി 35,000-ഓളം വേക്കൻസികൾ ബാക്കിയുണ്ട്. പിന്നെ ഈ സെക്കൻഡ് സപ്ലിമെൻ്ററിയും ട്രാൻസ്ഫറും കഴിഞ്ഞാൽ ഒരു സ്പോട്ട് അഡ്മിഷൻ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു സ്പോട്ട് ലാസ്റ്റിൽ വരുന്ന അതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. ആ സ്പോട്ട് അഡ്മിഷനിലും കിട്ടാത്ത കുട്ടികൾക്ക് ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾക്കും നമുക്ക് ഇനിയും പ്രവേശനം കിട്ടുമെന്ന കാര്യത്തിൽ നല്ല പ്രതീക്ഷ വെക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ഇത്തരത്തിൽ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.